ഞാനിപ്പോൾ ഉള്ളത് ദുബൈയിലെ കരാമയിലാണ്. കരാമയിൽ ആമ്പാടി റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. നല്ല ഓണസദ്യ കഴിക്കാനാണ് വന്നേക്കുന്നത്. ഇവിടെ നല്ല ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം, ഒന്ന് കഴിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് പറയാം. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കരാമയിൽ ആമ്പാടി റെസ്റ്റോറൻറ്റിലാണ്. ഓണത്തിൻ്റെ എല്ലാ ഐറ്റവും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പപ്പടം പൊരിയിൽ നടക്കുകയാണ്, പിന്നെ സദ്യ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഓണസദ്യ കഴിക്കാം. കരാമയിലാണ്, ദുബൈയിൽ കരാമയിൽ അമ്പാടി റെസ്റ്റോറൻറ്റിൽ. ഇവിടുത്തെ ഓണവിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ചേച്ചി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കൂട്ടുകറി. ശരിക്കും ഇതിന്റെ ചേച്ചിയുടെ അനുഭവം എന്താണ് ഇത് കഴിച്ചിട്ട്? സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ സ്ഥലം നാട് പത്തനംതിട്ട ജില്ലയിലാണ്. എനിക്ക് അവിടുത്തെ ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന അതേ രീതിയിലുള്ള എല്ലാം, അവിയലായാലും ശരി, കൂട്ടുകറിയായാലും ശരി, പരിപ്പായാലും ശരി, സാമ്പാറായാലും ശരി, എനിക്കെല്ലാം അതേ കഴിച്ച പോലെ, എൻ്റെ വീട്ടിൽ കഴിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അതായത് ഒട്ടും ഒരു ഇത് വിചാരിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുണ്ട് അമ്പാടി റെസ്റ്റോറൻറ്റിലെ ഓണസദ്യ. അതുപോലെ തന്നെ ഈ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ഈ ഉപ്പേരിയും പിന്നെ ശർക്കര വരട്ടിയൊക്കെ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് പ്യൂറായിട്ട് ഇവിടെ എണ്ണയിൽ തന്നെ തയ്യാറാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. അപ്പം ഇപ്പോൾ പ്യൂർ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നല്ല ടേസ്റ്റാണ്. ഒരിക്കലും, അതായത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഓണസദ്യ ഇവിടെ നിന്ന് കഴിക്കണം. ഇതൊരു അടിപൊളിയാണ്. അജ്മാനിൽ നിന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അതെന്തായാലും വെറുതെ ആയില്ല. അല്ല, അടിപൊളി ഓണസദ്യ. ആരും ഈ വർഷത്തെ ഓണസദ്യ മിസ് ചെയ്യരുത്. ഓക്കെ, ഞാൻ വടക്കുമലബാറിനാണ് വരുന്നത്. നമ്മളുടെ വടക്കുമലബാറിലെ എല്ലാ തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു ഓണത്തിൻ്റെ ഒരു തനത് പരിവേഷമാണിത്. എൻ്റെ സുഹൃത്തായ നന്ദകുമാരേട്ടൻ്റെ ഒരു പുതിയ സംരംഭം. ആ സംരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ പാഷനാണ്, വേറെ വ്യവസായ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പാഷനാണ് നല്ല ഭക്ഷണം നല്ല വൃത്തിയിൽ എല്ലാവർക്കും കൊടുക്കാൻ. അതിൻ്റെ ഒരു ആരംഭമാണിത്. ഓണത്തിന് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അമ്പാടി ഷെയ്ഖ് ഹംദാൻ കോളനിയിലാണ് ഈ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് വരണം, ട്രൈ ചെയ്യണം. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായി? ഞാനിത് കഴിക്കുമ്പം ഞാനിപ്പോൾ ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിൻ്റെ ഫീലിലാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റിയില്ല, ആറന്മുള പോയി വള്ളസദ്യ കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അത് കഴിക്കുക. അതേ രുചി, അതേ ഇത് അവിയലൊക്കെ ദേ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആറന്മുള വള്ളസദ്യക്ക് ഉണ്ടാക്കുന്ന, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സദ്യ അതാണ്. അത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സദ്യക്ക് എന്ന് പറഞ്ഞാൽ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഇവിടെ അമ്പാടി റെസ്റ്റോറൻറ്റിൽ ഇത് വിളമ്പിക്കുന്നത് കറക്റ്റാണ്. അതായത് പരിപ്പും പപ്പടവും നെയ്യും കൂടെ കൂട്ടിക്കൊഴിച്ച് ആദ്യത്തേത് പച്ചടി മുഖ്യമാണ് ആദ്യത്തെ ഉരുള കഴിക്കുക എന്നാണ് ശാസ്ത്രം. അതേപോലെ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് അവിയൽ, തോരൻ്റെ, ഓലിൻ്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും അതേപോലെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് അത് കഴിക്കാനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. സാധാരണ ഇവിടെ ഗൾഫിലുള്ള പല റെസ്റ്റോറൻറ്റുകളിലും ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ട്. വിളമ്പാനറിയില്ല മെയിൻ കാര്യം, രുചി പലത്. പക്ഷേ ഇത് പ്യുവർ വെളിച്ചെണ്ണയിൽ
ചെയ്തെടുത്ത അതീവ രുചികരമായ ഒരു സദ്യ എന്ന് പറയാം. ഇനി നാട്ടിൽ പോകണ്ട 2 വർഷത്തേക്കിന്. നമ്മളിപ്പോൾ ഉള്ളത് അമ്പാടി റെസ്റ്റോറൻറ്റ് കരാമയിലാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നെയ്യിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നോടൊപ്പം ഉള്ളത് അമ്പാടി റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. അപ്പോൾ ഈ അമ്പാടി റെസ്റ്റോറൻറ്റ് തുടങ്ങാനും നമുക്ക് ഈ രീതിയിൽ ഫുഡ് തരാനും ഒക്കെ ഉള്ള പുള്ളിയുടെ പാഷൻ എന്താണെന്ന് നമുക്കറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ചേട്ടൻ ഈ റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് വരാനുള്ള കാരണം? ഞാൻ ബേസിക്കലി ഞാനിവിടെ ഒരു 99% റെസ്റ്റോറൻറ്റുകളിലൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭംഗിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ, ട്രഡീഷണലായിട്ട് തേങ്ങ മാത്രം ഉപയോഗിക്കുക, ഒരു ആർട്ടിഫിഷ്യൽ കളറിങ്സോ മസാലകളോ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിൽ മാക്സിമം ഞാൻ അത് ശ്രമിക്കും. ഊണാണെങ്കിലും മറ്റ് പലഹാരങ്ങളാണെങ്കിലും മറ്റ് ഭക്ഷണ വസ്തുക്കളാണെങ്കിലും മാക്സിമം ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിങ്സും ഇല്ലാതെ നിർമ്മിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വെരി ഗുഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് വളരെ നാച്ചുറലായിട്ട് തന്നെ. നമ്മൾ ചിലടത്തൊക്കെ ഫുഡ് കഴിച്ചിട്ടിറങ്ങുമ്പോൾ കയ്യിലൊക്കെ കളർ കാണും കൈ കഴുകുമ്പോഴേക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും നാക്കിൽ അമിതമായ അതായത് തുളച്ച് കയറുന്ന രുചി കയറി വരും. അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, വളരെ വളരെ പ്രൊഫഷണലായിട്ടും വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഈ പഴമ, അതായത് നമ്മുടെ അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു ടേസ്റ്റ്. അതെ, അപ്പം 99.9% ഫുഡുകളുടെയും കൂട്ട് എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ അയച്ചു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു സാധനങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കാൻ അമ്മ സമ്മതിക്കത്തില്ല, പണ്ട് മുതലേ ഇല്ല, ഇപ്പോഴും അത് ചെയ്യുന്നില്ല. അപ്പം വളരെ സന്തോഷം. വീണ്ടും കാണാം. കൂടുതൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ ചേട്ടൻ ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. നമസ്കാരം.